ക്രമീകരിച്ച മൊത്തവരുമാന കുടിശ്ശികയുമായി ബന്ധപ്പെട്ട പിഴയുടെ പലിശ എന്നിവ എഴുതിത്തള്ളണമെന്നാവശ്യപ്പെട്ട് ടെലികോം കമ്പനികളായ ഭാരതി എയർടെൽ, വോഡഫോൺ ഐഡിയ, ടാറ്റ ടെലി സർവീസസ് എന്നിവർ സമർപ്പിച്ച ഹർജികൾ സുപ്രീം കോടതി തള്ളി. കടുത്ത സാമ്പത്തിക സമ്മർദ്ദത്തിൽ വലയുന്ന വോഡഫോൺ ഐഡിയ അതിന്റെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ 45,000 കോടിയിലധികം രൂപ AGRുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ എഴുതിത്തള്ളണമെന്നാവശ്യപ്പെട്ടതിന് തൊട്ടുപിന്നാലെയാണ് വിധി വന്നത്. ഭാരതി എയർടെലും സമാനമായൊരു ഹർജിയുമായി രംഗത്തെത്തിയിരുന്നു. സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ വോഡഫോൺ ഐഡിയ ഓഹരികൾ ഏകദേശം 10%, എയർടെൽ ഓഹരി വില 0.2% കുറഞ്ഞു. 2019 സുപ്രീം കോടതി വിധി ക്രമീകരിച്ച മൊത്തവരുമാനത്തിന്റെ പരിധി വിപുലീകരിച്ചത് മുതൽ വോഡഫോൺ ഐഡിയ കടുത്ത സാമ്പത്തിക സമ്മർദ്ദത്തിലായിരുന്നു. ഇത് ടെലികോം കമ്പനികളുടെ ബാധ്യതകളെ ഗണ്യമായി വർദ്ധിപ്പിച്ചു. കമ്പനികളുടെ കുടിശ്ശികയുടെ ഒരു ഭാഗം സർക്കാർ ഇക്വിറ്റിയാക്കി മാറ്റി 49% ഓഹരി സ്വന്തമാക്കിയെങ്കിലും വോഡഫോൺ ഐഡിയ സാമ്പത്തികമായി ബുദ്ധിമുട്ട് തുടരുകയാണ്. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.